ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഓംലെറ്റ് തയ്യാറാക്കിയല്ലോ. ഇത് നമുക്ക് ഹെൽത്തി മീലായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് ചെയ്താൽ മതി. ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയൊക്കെ ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതോടൊപ്പം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പൊടിയൊക്കെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല മിക്സിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ പനീറിനെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് ഉടയ്ക്കേണ്ട, ജസ്റ്റ് നമ്മുടെ ഓംലെറ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിവിടെ ഇങ്ങനെ ഉടച്ചാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഞാനിവിടെ അത്യാവശ്യം ഇടുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ചൊന്ന് ഇത് തണുത്ത് കിട്ടണം. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല മിക്സ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാനിവിടെ 3 മുട്ട ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല മിക്സ് ഇതിലേക്ക് ചേർക്കാം. അതിപ്പോൾ അത്യാവശ്യം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വളരെ കുറച്ച് മതി. 1/4 ടീസ്പൂണാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഇതിലൊന്ന് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഫുൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പനീർ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ എടുക്കും. അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം.
നമുക്കിത് ഒന്നും കൂടെ വേവിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇടുക. അതിനുശേഷം 1 to 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് റെഡിയായി വരും. അപ്പോൾ നമ്മുടെ പനീർ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പോൾ നമുക്കിത് മീലായിട്ടോ സ്നാക്കായിട്ടോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നാക്ക് ആകുമ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെയും മെയിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരു ഹെൽത്തി റെസിപ്പി കാണാം. ടേക്ക് കെയർ. ബൈ.